ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് വൈറ്റ് ക്യാപ്പ്. നമ്മൾ ആ പാഠഭാഗം ഫസ്റ്റ് പാർട്ട് പഠിച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം. ഫസ്റ്റ് പാർട്ട് കേൾക്കാത്തവർ അത് കേൾക്കണം കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് നിർത്തിയ പോർഷൻ എന്തായിരുന്നു? കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യായിരുന്നു? ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബോൾ എന്ത് ചെയ്തു? നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ, അതായത് 3ാം നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് ചെന്ന് വീണു. 3 നിലയുള്ള കെട്ടിടമായിരുന്നു. അതിൻ്റെ ടെറസിലേക്കാണ് ചെന്ന് വീണത്. കുട്ടികൾക്ക് പന്തില്ലാതെ അവരുടെ കളി കുറച്ച് നേരം രുക്കിന നിർത്തിവെക്കേണ്ടതായി വന്നു. അവർ നീം കെ പേട് കെ നീച്ചെ എന്ന് വെച്ചാൽ വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് അവരുടെ ബാൾ വന്ന് വീഴുന്നു. അവരുടെ കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ടെറസിൻ്റെ മുകളിലെ നമ്മുടെ കേശവൻ നിന്ന് കൈവീശി കാണിക്കുന്നു. എന്താ പഠിപ്പിച്ച് നിർത്തിയത്? ബാക്കി നോക്കിയേ. ലഡ്കെ ഉച്ചൽപ്പടെ ഉച്ചൽന തുള്ളിച്ചാടി. കുട്ടികൾ എന്ത് ചെയ്തു? തുള്ളിച്ചാടി. ഏക്ക് ബെഡെ ലഡ്കേനെ കുശ് ഹോക്കർ കഹ. ഒരു മുതിർന്ന കുട്ടി എന്ത് ചെയ്തു? സന്തോഷത്തോടെ പറഞ്ഞു, വാഹ് ടാർസൻ ഹേ ഏത്തോ. ഇവൻ ടാർസനാണോ? ചലോ യാർ കാം ബൻ ഗയ. പോകാം, നമുക്ക് പന്ത് കിട്ടിയല്ലോ, അതുകൊണ്ട് കളി ആരംഭിക്കാം എന്നാണ് പറഞ്ഞത്. लड़के केशव के नीचे आने का इंतज़ार किए बिना फिर अपने खेल में रम गई. രംനാന്ന് വെച്ചാൽ മുഴുകുക. ലഡ്കെ ആ കുട്ടികളെ കേശവ് താഴേക്ക് ഇറങ്ങുന്നത് പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ ഇന്തസാർ കർണ കാത്തു നിൽക്കാതെ വീണ്ടും അവരുടെ കളിയിൽ മുഴുകി. ജബ് ഉൻകി ബാൾ ചാടിക്ക് അന്തർ ചലി ഗയി. വീണ്ടും എന്ത് ചെയ്തു? അവരുടെ ബാള് ചാടി എന്ന് വെച്ചാൽ ഗ്രാസ്, പുല്ലുകൾ, അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് വീണു. കേൽസരാദ്യർ റുക്കുകയ. വീണ്ടും അവരുടെ കളി എന്ത് ചെയ്തു? രുക്കിന നിർത്തിവെക്കേണ്ടതായി വന്നു. തബ് ഉൻഹെ കേശവ് കി ഫിർ ശരീരത്തെ മഹസൂസ് ഹുയി. വീണ്ടും അവർക്ക് ആരുടെ ആവശ്യകത വന്നു? നമ്മുടെ കേശവൻ്റെ ആവശ്യകത വന്നു. ശരീരത്ത് എന്ന് വെച്ചാൽ ആവശ്യം. മഗർ കേശവ ഥാ കഹാം. പക്ഷേ മഗർ എന്നാൽ കേശവെ അവിടെ ഉണ്ടായിരുന്നില്ല. കേശവ എവിടെ? എല്ലാവരും തിരക്കാണ് കേശവ എവിടെയെന്ന്. അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അബേ ദേഖോ സാലോ ഓ ലഡ്ക ചത് സേ ഉദരാ കി നഹീം. അപ്പോൾ ഒരു കുട്ടി പറയാണ്, ഒരാൾ പറഞ്ഞതായിരിക്കും അല്ലേ, നോക്കിയേ ആ ചെറുക്കൻ എന്ത് ചെയ്തു? ആ ചെറുക്കൻ ടെറസിൽ നിന്ന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. ദോ ലഡ്കെ ലൗഡ് കറെ ഇമാരത്ത് കെ പീച്ചെ ബാന്തി ചാലിക്ക് ഓർ ഗേ ആർ ജോ ദേക്കാത്തോ ചില്ല പടെ. ദോ ലഡ്കെ എന്ന് വെച്ചാൽ 2 ആൺകുട്ടികൾ ദൗഡിന ഓടുക ഇമാരത്ത് കെട്ടിടം. നോക്കി, 2 കുട്ടികളെ ഓടി ആ കെട്ടിടത്തിൻ്റെ ബാക്ക്വശത്തേക്ക് ചെന്ന് അവിടെ കെട്ടിയിട്ടുള്ള ചാലി വഴിയെ പ്ലാറ്റ്ഫോം അല്ലെ, താൽക്കാലികമായി നിർമ്മിച്ച പ്ലാറ്റ്ഫോം അവിടേക്ക് ചെന്നിട്ട് ജ്യോതേക്കാൻ നോക്കിയിട്ട് അവർ ചില്ലാ ബഹളം വെച്ചു. ആ ഭാഗത്തേക്ക് ചെന്ന് കുട്ടികൾ നോക്കുന്നു. നോക്കിയിട്ട് ബഹളം വയ്ക്കുകയാണ്. അബേ ഏത്തോ മർഗയ ലഗ്താ ഹേ. ഇവൻ എന്ത് ചെയ്തു? മരിച്ചുപോയി എന്ന് തോന്നുന്നു. ഈ കുട്ടി എന്ത് ചെയ്തു? മരിച്ചുപോയി എന്നാണ് തോന്നുന്നത്. ബാക്കി ലഡ്കെ ഫി ഖബറാക്കർ ഉസ് തരഫേ ദൗഡെ. അത് കേട്ടപാടെ എന്ത് ചെയ്തു? ബാക്കി കുട്ടികളും ഖബറാക്കർ പരിഭ്രമിച്ച്, അല്ല പേടിയോടെ, പരിഭ്രമം എന്ന വാക്കാണ്, ഓടി അവിടേക്ക് എത്തി. एक लड़का जो अपने साथ വാട്ടർ ബാഗ് ലേക്കർ ആത്താ ഥാ. ഏക്ക് ലഡ്ക ഒരു കുട്ടി, അവൻ്റെ കൂടെ എന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്തു? വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ടാണ് കുട്ടി അവിടേക്ക് ഓടിയത്. उसने ज़मीन पर मुड़े तुड़े बेसुध से पड़े केशव के सिर पर पानी के चींडे मारे. അവിടെ സെമീൻ തറയിലെ മുടേ തുടേ എന്ന് വെച്ചാൽ ഒടിഞ്ഞ് മടങ്ങി. ബേസൂന്ന് വെച്ചാൽ ബോധമില്ലാതെ. ഇനി നോക്കിയേ, അവിടെ എത്തിയപ്പോൾ സെമീൻ തറയിലെ ഒടിഞ്ഞ് മടങ്ങി ബോധമില്ലാതെ കിടക്കുകയായിരുന്നു കേശവ്. അവൻ്റെ തലയിലേക്ക് പാനി ജലം ഒരു ചീണ്ടെന്ന് വെച്ചാൽ ജലത്തുള്ളികളായി ഇങ്ങനെ ഒഴിച്ചു. ജലം കുടഞ്ഞു എന്നും പറയാം. കേശവ് കെ ശരീർ മേ ഹൽക്കി സി ഹർക്കത്ത് ഹുയി. കേശവൻ്റെ ശരീരം ചെറുതായൊന്ന് ഹർക്കത്ത് അനങ്ങി. ആർവാഹ കുൻ മുനാനെ ലഗ. അവൻ എന്ത് ചെയ്തു? കുൻ മുനാനെ പിറുപിറുക്കാൻ തുടങ്ങി. മേരി ടാങ്ക് മേരി ഹാത്ത്. എൻ്റെ കാല്, എൻ്റെ കൈയെന്ന് കേശവ് ഇങ്ങനെ പിറുപിറുത്ത് കൊണ്ടേ പറഞ്ഞു. ഖബറായെ ഏക്ക് ലഡ്കനെ കഹ. അത് കേട്ട് പരിഭ്രമിച്ച് ഒരു കുട്ടി പറഞ്ഞു, ചൗക്ക് തക്കെ ദൗഡ് കർ ദോ ലോഗ് ജാവോ और कोई भी ഓട്ടോ ടാക്സി മിലെ ഫൗറാൻ ലേക്കർ ആവോ. ഫൗറാൻ എന്ന് വെച്ചാൽ പെട്ടെന്ന്, വേഗം, ജൽദി. ഓക്കെ. പരിഭ്രമിച്ചുകൊണ്ടൊരു കുട്ടി പറയാണ്, ചൗക്ക് എന്ന് വെച്ചാൽ ജംഗ്ഷൻ വരെ 2 കുട്ടികൾ ഓടിപ്പോവുക. അവിടെ നിന്ന് ഓട്ടോയോ ടാക്സിയോ എന്താണ് കിട്ടുന്നത് എങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലെ ജാന പടേക. ഇവനെ എവിടെ കൊണ്ടുപോകണം? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും.
ഇസ് ഹം ഉഡാക്കറെ ബിൽഡിംഗ് കെ സാമനെ വാലെ ഹിസ്സെ മേ ലേ ചലത്തെ ഹൈ. നിങ്ങൾ ഓട്ടോ ആയിട്ട് അല്ല ടാക്സി എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ കൊണ്ടുവരിക. അപ്പോഴേക്കും ഇവനെ എടുത്ത് ഞങ്ങളെ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. ലട്കോം നെ ജതൻ സെ केशव को उड़ाया और इमारत के सामने वाली हिस्से की समतल ज़मीन पर ले आया. ലഡ്കോമിനെ കുട്ടികൾ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ കേശവനെ എടുത്ത് ആ ഇമാരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് ഹിസ എന്ന് വെച്ചാൽ ഭാഗമാണ് പോർഷൻ. ആ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് സമതലമായി എന്ന് വെച്ചാൽ നല്ല കയറ്റമൊന്നുമില്ല, പ്ലെയിനായി കിടന്ന സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന കുട്ടിയെ കിടത്തി. കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലെ സമതലമായെന്ന് വെച്ചാൽ പ്ലെയിനായി കിടന്ന സ്ഥലത്തേക്ക് കൊണ്ടുചെന്ന് കിടത്തി. ഇത്തനമേ കേശവ് കെ മാതാപിതാ ഭി ദൗഡത്തെ ഹുയെ ആകെ. ഇത്രയായപ്പോഴേക്കും കേശവൻ്റെ അച്ഛനും അമ്മയും ഓടി വന്നു അവിടേക്ക്. കേശവ് കെ മാൻ ചീക്ക് കർ റോപ്പടി. കേശവൻ്റെ അമ്മയെന്ത് ചീക്കിന അലറി രോന കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ ഓടി വന്നത്. തഫി ഓട്ടോ ഫി ആകെയ. അപ്പോഴേക്കും എന്തും വന്നു? ഓട്ടോയും വന്നു. കേശവ് കോ ജൽദി സെ ഉസ്മേം ലിട്ടായ ഗയ. കേശവനെ ജൽദി വേഗത്തിൽ ഓട്ടോയിൽ എന്ത് ചെയ്തു? എടുത്ത് കിടത്തി. അവരെ ചേർന്ന് അച്ഛനമ്മ എത്തിയല്ലോ, അവരെന്ത് ചെയ്തു? കുഞ്ഞിനെ എടുത്ത് ഓട്ടോയിലേക്ക് കിടത്തി. ഉസ്കെ മാതാപിതാ ഭി തൽഷൻ ഉസ്കെ സാത്ത് ഓട്ടോ മേ സവാർ ഹോഗെ. അവൻ്റെ മാതാപിതാക്കളെ തൽഷൻ പെട്ടെന്ന് എന്ത് ചെയ്തു? അവനെയും കൊണ്ട് ഓട്ടോയിൽ യാത്രയായി. എവിടേക്കായിരിക്കും? ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ എത്തിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി ഓട്ടോയിൽ കൊണ്ടുപോകണം. ലഡ്കോം കാ ദൂസരാ ദിൻ കാലി ബീത്തന കഴിഞ്ഞു പോവുക, ചിലവഴിക്കുക എന്നൊക്കെയാണ്. ലഡ്കോം കാ ദൂസരാ ദിൻ കുട്ടികളുടെ രണ്ടാമത്തെ ദിനം എന്ത് ചെയ്തു? വെറുതെ കടന്നുപോയി. അവർ കളിക്കുകയൊന്നും ചെയ്തില്ല, വെറുതെ കടന്നുപോയി. ഉന്നോനെ തയ്ക്കിയാക്കി അവർ തീരുമാനിച്ചു. തീരുമാനം किया बिना घर के लोगों को बदलाए कल वे अपनी साइकिलों से हॉस्पिटल जाएंगे जहां केशव का इलाज हो रहा है. ഇലാജ് ചികിത്സ. പിന്നീട് കുട്ടികൾ തീരുമാനിച്ചു എന്താന്ന് നോക്കിയേ, ബിന ഗർക്കെ ലോകോങ്കോ വീട്ടുകാരോട് പറയാതെ, ബദന്ന പറയുക, വീട്ടുകാരോട് പറയാതെ നാളെ നമുക്ക് എന്ത് ചെയ്യണം? സൈക്കിൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. കേശവന് ചികിത്സ കൊടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകണം എന്നവർ തീരുമാനിച്ചു. ഉൻഹോനെ ദോപ്പഹർ കാ സമയം തയ്ക്കുക. അവർ പോകുന്ന സമയമായി ദോപ്പഹർ ഉച്ചസമയം തീരുമാനിക്കുകയും ചെയ്തു. और एक एक करे सफ़ी नीम के पेड़ के पास से जमा होने लगे. ഓരോരുത്തരായി എന്ത് ചെയ്തു? എല്ലാവരും നമ്മുടെ വേപ്പുമരത്തിൻ്റെ പാസെ അരികിലേക്ക് ഒത്തുചേർന്നു. എവിടെ പോകാൻ? ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അല്ലേ. മഗർ തഫി ഉന്നോനെ ദേക്ക. എന്നാൽ അപ്പോൾ അവർ കണ്ടു കേശവ് കെ അസ്ഥായി ഡേരെ കെ പാസ് ഏക് ഓട്ടോ ആക്കറെ കടാ ഹുआ और उसमें से കേശവ് കെ മാതാപിതാ ഉതാർ കർ ഡേരെ കെ അന്തർ ജാ രഹേ ഹൈ. അവിടെ നിന്ന് കുട്ടികൾ കാണുകയാണ് കേശവൻ്റെ അസ്ഥായി ഡേര എന്ന് വെച്ചാൽ താൽക്കാലികമായി നിർമ്മിച്ച ആ ടെൻറ്റിൻ്റെ പാസിലേക്ക് അടുത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് കേശവൻ്റെ മാതാവും പിതാവും ഉദാർക്കർ എന്ന് വെച്ചാൽ ഇറങ്ങി ടെൻറ്റിനകത്തേക്ക് അന്തറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മഗർ കേശവ്, പെട്ടെന്ന് കുട്ടികൾ ചോദിക്കും മഗർ, എന്നാൽ കേശവനെ ഇവർ കണ്ടില്ല, അവൻ എവിടെയെന്നാ? उन्होंने अपने एक साथी को अकेला चुपचाप जाकर केशव के बारे में खबर लाने के लिए तैयार किया. ഉന്നോനെ അവരെന്ത് ചെയ്തു? ഏക്ക് സാത്തി, ഒരു കൂട്ടുകാരനെ എന്ന് വെച്ചാൽ അതിൽ നിന്നുള്ള ഒരു കുട്ടിയെ അകേല തനിച്ച്, ആരും അറിയാതെ അല്ലേ, ഒരു കുട്ടിയെ തനിച്ച് അല്ലെ ഒറ്റയ്ക്ക് ആരും അറിയാതെ ചുപ്പക്കേസെ ആരും അറിയാതെ ചെന്ന് ആരുടെ വിവരങ്ങളാ? കേശവൻ്റെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഒരു കുട്ടിയെ ചുമതലപ്പെടുത്തി പോയി കേശവൻ്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാൻ. വകലെടുക്കാകെയ. അങ്ങനെ ആ കുട്ടി പോയി. അറൂസിനെ ഓട്ടോ വാലെ സെ ബാത്ത് ഓർ ഓട്ടോ മേ ചാങ്ക് കർ ചല ആയ. ആ കുട്ടി ചെന്നു ഓട്ടോവാല ആ റിക്ഷക്കാരനുമായിട്ട് എന്ത് ചെയ്തു? ബാത്തിയും സംസാരിച്ചു. അതിനുശേഷം ഓട്ടോയിലേക്ക് ചാങ്കിന എത്തി നോക്കിയിട്ട് ചലകയ മടങ്ങി വന്നു. ഓട്ടോയിലേക്ക് ഒന്ന് തിരിഞ്ഞൊന്ന് ചാങ്കിന എത്തി നോക്കുക എന്ന വാക്കാണ്. എത്തി നോക്കിയിട്ട് ആ കുട്ടി തിരികെ മടങ്ങി വന്നു. ലൗട്ട്കർ ഉസ്നെ ഖബറായി ആവാസ് മേ ധീരെ ധീരെ കഹ. മടങ്ങി വന്ന കുട്ടി ഖബറായി ആവാസെ പരിഭ്രമത്തോടെ പറഞ്ഞു. എന്താന്നൊക്കെ അതിസെ ധീരെ സെ കഹ എന്ന് വെച്ചാൽ പതിയെ പറഞ്ഞു. അബേ
ഓട്ടോ മേ കേശവേ ഏക്ക് കർവട്ട് ലേട്ടാകെ. കർവട്ട് എന്ന് വെച്ചാൽ ഒരു വശം ചരിഞ്ഞ്. ഓട്ടോയിൽ കേശവനുണ്ട്, അവൻ ഒരു വശം എന്താണ് ചരിഞ്ഞ് കിടക്കുകയാണ്. മുച്ചേ ഉസ്നെ നഹീൻ ദേഖ, അവൻ എന്നെ കണ്ടില്ല. ഓട്ടോയിൽ ആരുണ്ട്? കേശവനുണ്ട്, ഒരു വശം ചരിഞ്ഞ് കിടക്കുകയാണ്, അവൻ എന്നെ കണ്ടില്ല. ഉസ്കെ ഏക്ക് ഹാത്ത് ഏക്ക് പൈർ മേ പ്ലാസ്റ്റർ ചടാ ഹുവാ ഹേ, അവൻ്റെ ഒരു ഹാത്ത് കയ്യിലും ഒരു പൈർ എന്ന് വെച്ചാൽ കാലിലും പ്ലാസ്റ്റർ ചടാ ഹുവാ ഹേ, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ऑटो वाले ने बदलाया कि बेसफ़ी अपना सामान बटोर कर उसी ऑटो में अभी ബസ് സ്റ്റാൻഡ് ജാ രഹേ ഹൈം. ഓട്ടോ വാല പറഞ്ഞു, ബേസഫി അവരെല്ലാവരും, അതായത് അച്ഛനും അമ്മയും കുട്ടിയും കൂടി അവരുടെ സാധനങ്ങൾ ബട്ടോർക്കർ എടുത്തുകൊണ്ട് ഈ ഓട്ടോയിൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. എന്നൊക്കെ വഹീൻസെ അവിടെ നിന്ന് ബസ് സെ അപ്പനെ ഗാഫി നിഖിൽ ജായകെ, അവിടെ നിന്ന് അവർ അവരുടെ ഗ്രാമത്തിലേക്ക് പോകും. ബസ്സിൽ കയറി അവരെന്ത് ചെയ്യും? ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ വരെ പോകും. ഓട്ടോയിൽ ചെന്ന് അവിടെ ഇറങ്ങി ബസ്സിൽ കയറി സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഓട്ടോക്കാരൻ ആരോട് പറഞ്ഞ് ആ കുട്ടിയെ അറിയിച്ചു. ആ കുട്ടി അത് വന്ന് മറ്റുള്ള കുട്ടികളെ അറിയിക്കുകയാണ് ചെയ്തത്. എന്നൊക്കെ ബേച്ചാരെ ലടുക്കേക്ക് ഹഡിയാം ടൂട്ട് പടി ഹേ. ഹഡി എന്ന് വെച്ചാൽ എല്ലുകൾ. ബേച്ചാര പാവപ്പെട്ട അല്ലേ, പാവം ആ ചെറുക്കൻ്റെ ഹഡികൾ എല്ലുകളെല്ലാം എന്ത് ചെയ്തു? ഒടിഞ്ഞു പോയിരിക്കുന്നു. അതുമല്ല യാർ ആർ വഖഫ് ഹി ഹമാരെ കാരൺ, നമ്മൾ കാരണത്താലാണ് ആ കുട്ടിക്ക് എങ്ങനെ സംഭവിച്ചത്. ഗരീബെ മസ്തൂർ പരിവാറെ, ഗരീബ് പാവപ്പെട്ട മസ്തൂർ പരിവാർ എന്ന് വെച്ചാൽ തൊഴിലാളി കുടുംബമാണ് അവരുടേത്. ജിസ്ക അപ്പന യഹാൻ കോയി സ്ഥായി ഠിക്കാന നഹീൻ ഥാ, ഇവിടെ അവർക്ക് സ്ഥിരമായി താമസിക്കാൻ പോലും ഒന്നുമില്ല. अपनी कुल 2-3 ഗഡരിയാം ലേക്കർ ജൽദി ഹി വാപ്പസ് ഓട്ടോ മേ ആ ബൈഠ, പെട്ടെന്ന് അവരെന്ത് ചെയ്തു? കുൽ മൊത്തത്തിൽ 2-3 ഗഡരി എന്ന് വെച്ചാൽ ഫാണ്ടം, ആ കെട്ട്, അത് എടുത്തുകൊണ്ട് വേഗത്തിൽ രക്ഷിതാക്കൾ മടങ്ങി വന്ന് ഓട്ടോയിലേക്ക് വന്ന് ഇരുന്നു. ഓട്ടോ ചൽപ്പടി, ഓട്ടോ പോകാൻ തുടങ്ങി. और जब उन खिलाड़ी लड़कों के सामने पहुंची तो उन्होंने सड़क घेर कर उसे रोक लिया. रोकिना തടയുക, കേറിന വലയം ചെയ്യുക എന്നൊക്കെയാണ്. കിലാടി കളിക്കാർ എന്നൊക്കെ. ഓട്ടോ എന്ത് ചെയ്തു? പോകാൻ തുടങ്ങി. അപ്പോഴേക്കും കളിക്കാരായ കുട്ടികൾ അതിൻ്റെ അരികിലേക്ക് ചെന്ന് റോഡിലെ റോഡിൽ എന്ത് ചെയ്തു? ചുറ്റിനും നിന്നും ഓട്ടോ റോക്കിലിയ, ഓട്ടോ നിർത്തിച്ചു. ആ ഓട്ടോ നിർത്തിച്ചവർക്ക് കേശവനെ കാണാൻ വേണ്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിൾ കേശവ് കൈസാഹേ, അങ്കിളെ കേശവൻ എങ്ങനെയുണ്ട്? ആൻറ്റി ഡോക്ടർ ക്യാ ബോലെ, ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്? ജൽദി ടീക്ക് തോ ഹോ ജായേഗ ന, വേഗം സുഖം പ്രാപിക്കുമോ എന്ന് പറഞ്ഞു. അതാണ് ആ കുട്ടികളുടെ ആശങ്ക. സാരേ ലടുക്കെ ചാരോം തരവസേ ഓട്ടോ കോ കേർക്കർ കടേതേ, എല്ലാ കുട്ടികളും ഓട്ടോയ്ക്ക് ചുറ്റിനും എന്ത് ചെയ്തു? കേർക്കർ വലയം ചെയ്ത് ചുറ്റിനും നിന്നു. എന്നിട്ട് ലേട്ടെ ഹുയെ കേശവ് കോ ദേഖ്തെ ഹുയെ, ഓട്ടോയിൽ കിടക്കുന്ന കേശവനെ നോക്കിക്കൊണ്ട് അവരുടെ രക്ഷിതാക്കളോട് പൂച്ചരഹാഹയെ ചോദിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോയിൽ കിടക്കുന്ന കേശവനെ നോക്കിക്കൊണ്ട് അവൻ്റെ കൂട്ടുകാരായ ആ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചത്. കേശവെ തക്കലിഫ് മേൻ तो था मगर अब लड़कों की आवाज़ से सुनकर जाग गया था और इनके देखता हुआ लेटे लेटे मुस्कुरा रहा था. എന്നൊക്കെ കേശവ് തക്ലീഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്, പ്രയാസം. അവന് പ്രയാസം ഉണ്ടായിരുന്നു ഇങ്ങനെ ചെരിഞ്ഞ് നോക്കാൻ ഈ കുട്ടികളെ അല്ലേ. മഗർ എന്നാലും അബിലെടുക്കൊങ്കി ആവാസേ, മറ്റു കുട്ടികളുടെ ശബ്ദം, ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം കേട്ടപ്പോൾ ജാഗുകയ, ഉണർന്നു. എന്നിട്ട് അവരെ നോക്കി ഇൻകെ ദേഖ്താ ഹുവ ലേട്ടെ ലേട്ടെ മുസ്കുരാ രഹാദ, അവരെ എന്ത് ചെയ്തു? കിടന്നുകൊണ്ട് നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു. കിടന്നുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? കുട്ടികളെ, മറ്റ് കളിക്കുന്ന കുട്ടികളെ നോക്കി പുഞ്ചിരിച്ചു. अपना एक साबुत हाथ है, സാബുത്ത് എന്ന് വെച്ചാൽ ബലമുള്ള അല്ലേ, ഒടിയാത്ത കയ്യെ സെരാസ ഊപ്പർ ഉടായ, അല്പം മുകളിലേക്ക് ഉയർത്തി, തോലെടുക്കെ ഉസ്സെ ഹാത്ത് മിലാനേക്കോ ടൂട്ടുപെടെ, മറ്റുള്ള ബാക്കി കുട്ടികളെ അവൻ്റെ ആ കയ്യിലൊന്ന് തൊടാൻ വേണ്ടി അല്ലേ, ഒന്ന് പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? മത്സരം കാണിച്ചു. മത്സരിച്ചെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് കുട്ടികളല്ലേ, അവരെല്ലാവർക്കും അവൻ്റെ കയ്യിലൊന്ന് തൊടണം, അതിനു വേണ്ടി മത്സരം കാണിച്ചു. നോക്കി തും ജൽദി ടീക്ക് ഹോ ജാവോഗേ കേശവ്, നീ വേഗം ടീക്കായിക്കൊള്ളും, ശരിയാകും കേശവ് എന്ന് ലഡ്കോങ്കി ഏക്ക് ടീം കെ ക്യാപ്റ്റൻ ने कहा, ലഡ്കകളുടെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? കേശവ നിനക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കും എന്ന്. അവരെ അപ്പനെ ഹാത്ത് മേ ദേഖാ ബിസ്കുറ്റ് കാ പാക്കറ്റ് കേശവ് കി മാം കോ സൗമുദിയ, അത് മാത്രമല്ല അവൻ്റെ കയ്യിലിരുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കേശവിൻ്റെ അമ്മയുടെ കൈവശം കൊടുത്തു, അല്ലെ കയ്യിലേക്ക് സൗമിന കൊടുക്കുക എന്നൊക്കെയാണ്, അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഇസേ രാസ്തെ മേ ഫൂക്ക് ലഗേഗി തോ കിലായേഗ,
ഭൂക്കെന്ന് വെച്ചാൽ വിശപ്പ്, രാസ്ത വഴി. ആൻഡ് ഇവന് വഴിയിൽ വെച്ച് വിശക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇവനെ കഴിപ്പിക്കണം അല്ലേ. ഈ കൊടുത്ത ബിസ്ക്കറ്റ് എന്ത് ചെയ്യണം, അവന് കൊടുക്കുക, അവനെ കഴിപ്പിക്കുക എന്ന് പറഞ്ഞു. നോക്കിയേ, അങ്ങനെ കുട്ടികൾക്ക് ആരോട് സ്നേഹം ഉണ്ടായി തുടങ്ങി, കേശവനോട് സ്നേഹം ഉണ്ടായി അല്ലേ. നോക്കിയേ ബാക്കി. अब जब तुम लौटेगे केशव तो हमारी टीम से खेलना. पहली टीम के कैप्टन ने केशव को ഓഫർ दिया. പഹലി ടീം എന്ന് വെച്ചാൽ ആദ്യത്തെ ടീമിൻ്റെ ക്യാപ്റ്റൻ കേശവന് ഒരു ഓഫർ നൽകി. എന്താ നോക്കി, അബ് ജബ് തും ലൗട്ടോഗെ, നീ എപ്പോഴാണോ മടങ്ങി വരുമ്പോൾ, എന്ന് വെച്ചാൽ നീ അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് പോവാണ്, അവിടെ നിന്ന് സുഖം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, ഹമാരി ടീം സേ ഖേൽന, ഞങ്ങളുടെ ടീമിൽ എന്ത് ചെയ്യാം, ഒപ്പം കൂട്ടിക്കാം അല്ലെ കളിപ്പിക്കുകയും ചെയ്യാം. നീ തിരിച്ചു വരുമ്പോൾ, സുഖം പ്രാപിച്ച് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ ടീമിലെ നിന്നെ കളിപ്പിക്കാം എന്നൊരു ക്യാപ്റ്റൻ അറിയിച്ചു. लड़कों ने अपने हाथों का बल्ला पैडे स्टैम्प बाले और वह शील्ड जो किसी टीम की नहीं हो सकी थी ऑटो के पीछे की जगह में केशव को दिखाते हुए कर दिया. ജഗഹ എന്ന് വെച്ചാൽ സ്ഥലമാണ്. മറ്റു കുട്ടികൾ എന്ത് ചെയ്തു, അവരുടെ കയ്യിലിരുന്ന എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ബല്ല, ബാറ്റും പേഡും പിന്നെന്തുവാ സ്റ്റാമ്പും പിന്നെ ബാളും അതിനോടൊപ്പം ആ ഷീൽഡും കേശവ ഓട്ടോയുടെ ബാക്കിൽ ഒരു സ്ഥലത്തേക്ക് വെച്ചു, കേശവനെ കാണത്തക്ക രീതിയിൽ വെച്ചു. ഷീൽഡ് വച്ചെന്ന് വെച്ചാൽ അന്ന് കളി നടന്നില്ല, അതുകൊണ്ട് ആ ഷീൽഡ് ആർക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അതും കേശവൻ്റെ ഓട്ടോയുടെ ആ ഒരു സ്ഥലത്തേക്ക് വെച്ചു. ഓക്കെ, എ ക്യാപ്റ്റനെ അപ്പനി ജേബ് സേ വൈറ്റ് ക്യാപ്പ് നികലി. ഒരു ക്യാപ്റ്റൻ എന്ത് ചെയ്തു, അവൻ്റെ ജേബ് എന്ന് വെച്ചാൽ പോക്കറ്റിൽ നിന്നും വൈറ്റ് ക്യാപ്പ്, വെള്ള ക്യാപ്പ് എടുത്തു. അവർ കേശവ് കി സിർ പർ തരഫ് സിർ കി തരഫ് ഖർദി, കേശവൻ്റെ സിർ എന്ന് വെച്ചാൽ തല ആ ഭാഗത്തേക്ക് വച്ചു, കരുതി വെച്ചു. എന്താ ചെയ്തേ, അവൻ്റെ പോക്കറ്റിൽ നിന്നും വൈറ്റ് ക്യാപ്പും എടുത്ത് കേശവൻ്റെ തലയുടെ ഭാഗമുള്ള ആ പോർഷനിലേക്ക് വെച്ചു. ഓട്ടോ ആകെ ബെട്ടനെ ലഗി, ഓട്ടോ വീണ്ടും ഇത് ചെയ്തു, മുന്നോട്ട് പോകാൻ തുടങ്ങി. കേശവനെ അപ്പനെ പിതാസേ കഹ, അപ്പോൾ കേശവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു, ബാപ്പു മുച്ചേ ക്യാപ് പഹനാദോ, അച്ഛ ആ തൊപ്പി എന്നെ അണിക്കൂ എന്ന് പറഞ്ഞു അല്ലേ, ഒന്ന് അണിച്ചു തരൂ എന്ന് പറഞ്ഞു. പിതാനെ വൈർ ക്യാപ് കേശവ് കെ സിർപ്പറെ, പിതാവ് എന്ത് ചെയ്തു, ആ വൈർ ക്യാപ് കേശവൻ്റെ സിർപ്പർ പഹന്തി, കേശവൻ്റെ തലയിലെ അണിയിച്ചു. ഓട്ടോക്കെ ആകെ ബെട്ടനേസെ, ഓട്ടോക്കെ ആകെ എന്ന് വെച്ചാൽ ആകെ ബെറ്റനെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ ദൂർ ഹോത്തി ക്രിക്കറ്റ് ടീം കോ ജോ അബ് ഭി ഏക്ക് ജഗഹ് കടി, ഓട്ടോ വീണ്ടും എന്ത് ചെയ്തു, ആകെ ബെറ്റനെ ദൂരെ, മുന്നോട്ടിങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തെ ക്രിക്കറ്റ് കളിച്ച ആ ക്രിക്കറ്റ് ടീം, അവരുടെ ആ ടീം ആ കുട്ടികളെ അബ് ഭി ഏക്ക് ജഗഹ് കടി ആർസെ ഓട്ടോ കി തരഫ് ദേഖത്തി ഹാത്ത് ഹിലാ രഹി ഥി, ഓട്ടോയെ തന്നെ നോക്കിക്കൊണ്ട് എന്ന് വെച്ചാൽ ഓട്ടോയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടവരുടെ കൈകൾ വീശി കാണിക്കുകയും ചെയ്തു. ഓട്ടോ ഇങ്ങനെ ദൂരേക്ക് മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, ആ നിന്ന സ്ഥലത്ത് നിന്ന് ഓട്ടോയെ നോക്കി എന്ത് ചെയ്യുന്നു, കൈകൾ വീശുന്നു, അതായത് കേശവനെ എന്നർത്ഥം. കേശവന് വേണ്ടിയാണ് കൈകൾ വീശിയത് കേട്ടോ. കേശവനെ അപ്പനെ സാബൂത്ത് ഹാത്ത് സേ സിർക്കി ക്യാപ്പെ ഉദരി, കേശവൻ എന്ത് ചെയ്തു, ആ സാബൂത്ത് എന്ന് വെച്ചാൽ ബലമുള്ള കൈകൾ കൊണ്ട് സിർക്കി ക്യാപ്പ് ഉദരി ഓരെ ഓട്ടോക്കെ ബാഹറെ നികലാക്കർ ലഹറാനെ ലഗെ, കേശവ പെട്ടെന്ന് ആ ബലമുള്ള കൈകൾ അവൻ്റെ ഒടിയാത്ത കൈകൊണ്ട് തലയിലിരുന്ന ക്യാപ്പിങ് ഊരിയെടുത്തു. എന്നിട്ട് ഓട്ടോയുടെ ബാഹറിലേക്ക് എന്ന് വെച്ചാൽ ഓട്ടോയുടെ പുറത്തേക്ക് നീട്ടി വീശി കൊണ്ടിരുന്നു, അവരെ കാണിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ യാത്ര പറയുന്നത് പോലെ എന്ത് ചെയ്തു, ഓട്ടോയുടെ പുറത്തേക്ക് ക്യാപ്പിങ്ങിനെ നീട്ടി വീശിക്കൊണ്ടേ ഇരുന്നു കേശവനും. അങ്ങനെയാണ് നമ്മുടെ പാഠഭാഗം അവസാനിച്ചത്. ലെങ്തി സ്റ്റോറി ആണെങ്കിലും നല്ല പാഠഭാഗമായിരുന്നു, നല്ലൊരു കഥയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കൂടി വായിച്ചിട്ട് വേണം സെക്കൻഡ് പാർട്ടിലേക്ക് വായിച്ച് നോക്കാൻ കേട്ടോ, എന്ന് വെച്ചാൽ കേൾക്കാൻ. കാരണം ആദ്യത്തെ പോർഷനിലാണ് കഥയുടെ തുടക്കം, അതറിയില്ലെങ്കിൽ പ്രയാസമായിരിക്കും രണ്ടാമത്തെ പോർഷൻ. അതുകൊണ്ട് അതുകൂടി കേട്ടിട്ട് സെക്കൻഡ് പോർഷൻ കേൾക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് തരാം. ഓക്കെ, ശരി.